താലിയുടെ അവകാശി ഭാഗം 8. ദേവികയെ നീ ആദ്യമായി കാണുന്നതിന് വളരെ മുമ്പ് നിന്റെ ജീവിതത്തിൽ അവൾ ഉണ്ടായിരുന്നു. സാവിത്രിയുടെ ആ വാക്കുകൾ അർജുന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അവൻ അമ്മയെ തന്നെ നോക്കി നിന്നു. അമ്മേ, അതെന്താ അർത്ഥം? സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അർജു, പറയമ്മേ, എനിക്ക് കഴിയില്ല, എനിക്ക് സത്യം അറിയണം. അർജുൻ മേശപ്പുറത്തിരുന്ന ആ പഴയ ആശുപത്രി രേഖ എടുത്തു. ഇത് ദേവികയുടെ ജന്മ തീയതിയാണ്. രാഘവൻ മിണ്ടാതെ നിന്നു. അച്ഛാ, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നോ? രാഘവൻ പതുക്കെ തലകുനിച്ചു. അറിയാമായിരുന്നു. അർജുൻ ഞെട്ടി. എത്ര വർഷമായി? 27 വർഷം. അർജുന്റെ മുഖം മാറി. അപ്പോൾ ഇത്രയും കാലം എന്നോട് നിങ്ങൾ കള്ളം പറഞ്ഞതാണോ? രാഘവൻ മറുപടി പറഞ്ഞില്ല. ദേവികയുടെ അച്ഛൻ മരിച്ച രാത്രി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെ. ദേവിക ജനിച്ച ദിവസം നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതെ. പിന്നെ എന്തിനാണ് അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്? രാഘവൻ കണ്ണുകൾ താഴ്ത്തി. കാരണം അയാൾ നിർത്തി. നിങ്ങൾ രണ്ടുപേരും അടുത്തു വരുമെന്ന് എനിക്ക് പേടിയായിരുന്നു. അർജുൻ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ സന്തോഷമില്ലായിരുന്നു. അത് പേടിയാണോ അച്ഛാ? അവൻ പതുക്കെ ചോദിച്ചു. അല്ല, കുറ്റബോധമാണോ? എന്നെ കുറ്റക്കാരനാക്കുന്നതിന് മുമ്പ് എല്ലാം അറിയണം. അപ്പോൾ പറഞ്ഞു തരൂ. ഇപ്പോഴല്ല, എപ്പോൾ? സമയം വരുമ്പോൾ. അച്ഛൻ ഡയറി മേശപ്പുറത്ത് അടച്ചു. സമയം ഞാൻ തന്നെ കണ്ടെത്തും. അവൻ മുറിയിൽ നിന്നിറങ്ങി. അതേസമയം ദേവിക വീട്ടുമുറ്റത്ത് അർജുനെ കാത്തിരുന്നു. സമയം കടന്നുപോയി. സന്ധ്യയായി. അവൻ വന്നില്ല. അവൾ വീണ്ടും ഫോൺ നോക്കി. ഒരു മെസ്സേജ് ഇല്ല. അവൾ ഫോൺ വിളിച്ചു. ദ നമ്പർ യു ആർ ട്രൈയിങ് ടു റീച്ച് ഈസ് സ്വിച്ച് ഓഫ്. ദേവികയുടെ മുഖത്ത് ആശങ്ക. എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് അവളുടെ അമ്മ അടുത്തേക്ക് വന്നത്. ദേവു. അമ്മേ. അർജുൻ ഫോൺ എടുക്കുന്നില്ല. സുഭദ്ര കുറച്ചു നേരം മകളെ നോക്കി. അവൻ സത്യം അന്വേഷിക്കുകയായിരിക്കും. ദേവിക ഞെട്ടി. എന്ത് സത്യം? സുഭദ്ര മിണ്ടാതെ നിന്നു. അമ്മ, എന്നോടൊരു കാര്യം വാഗ്ദാനം ചെയ്യണം. എന്ത് സംഭവിച്ചാലും അർജുനെ വെറുക്കരുത്. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ എന്താണ് പറയുന്നത്? അവൻ കുറ്റക്കാരനല്ല. പിന്നെ ആരാണ്? സുഭദ്ര മറുപടി പറഞ്ഞില്ല. ദേവിക പതുക്കെ ചോദിച്ചു. എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് അമ്മയ്ക്കറിയാമോ? സുഭദ്രയുടെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു. അറിയാം. ദേവികയുടെ ഹൃദയം പിളഞ്ഞു. ആരാ? സുഭദ്ര അവളെ നോക്കി. നിന്റെ അച്ഛനെ കൊന്നത്. അവൾ വാക്ക് പൂർത്തിയാക്കാതെ നിന്നു. പുറത്ത് പെട്ടെന്നൊരു ബൈക്ക് നിർത്തുന്ന ശബ്ദം. ദേവിക വാതിലിലേക്ക് നോക്കി. അർജുൻ. പക്ഷേ അവന്റെ മുഖത്ത് പതിവുള്ള സ്നേഹമില്ല. പകരം കടുത്ത ഗൗരവം. അർജുൻ വീട്ടിലേക്ക് വന്നു. അർജുൻ. ദേവിക അവന്റെ അടുത്തേക്ക് ഓടി. എവിടെയായിരുന്നു നീ? അർജുൻ വീട്ടിലേക്ക് വന്നു. അർജുൻ. ദേവിക അവന്റെ അടുത്തേക്ക് ഓടി. എവിടെയായിരുന്നു നീ? അവൻ മറുപടി പറഞ്ഞില്ല. എന്നോട് ദേഷ്യമാണോ? അല്ല. പിന്നെ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ അച്ഛനെ കുറിച്ച് നീ എനിക്ക് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ദേവിക ഞെട്ടി. ഞാനോ? അതെ. എനിക്കൊന്നും അറിയില്ല. ഉറപ്പാണോ? ഉറപ്പ്. അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കള്ളമൊന്നും കണ്ടില്ല. അവന്റെ ശബ്ദം മൃദുവായി. ക്ഷമിക്കണം. ദേവിക കണ്ണുനീർ തുടച്ചു. നീ എന്നെ സംശയിച്ചോ? ഇല്ല. പിന്നെ എന്തിനാണ് ചോദിച്ചത്? കാരണം. അവൻ നിർത്തി. നമ്മുടെ ഇടയിൽ എന്തോ വലിയൊരു രഹസ്യമുണ്ട്. ദേവിക പതുക്കെ ചോദിച്ചു. നീ എന്താണ് കണ്ടെത്തിയത്? അർജുൻ അവളോടൊന്നും പറഞ്ഞില്ല. പകരം പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പഴയ ഫോട്ടോ എടുത്തു. ഇത് നോക്ക്. ദേവിക ഫോട്ടോ കയ്യിൽ വാങ്ങി. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് വലുതായി. ഇത്? ഫോട്ടോയിൽ അവളുടെ അച്ഛൻ രാമചന്ദ്രൻ, അവന്റെ അരികിൽ രാഘവൻ, പക്ഷെ അവളുടെ കൈകളിൽ ഒരു കുഞ്ഞ്. ദേവിക ഫോട്ടോയിലേക്ക് നോക്കി. ഈ കുഞ്ഞ് ആരാണ്? അർജുൻ പതുക്കെ പറഞ്ഞു. എനിക്കും അറിയില്ല. ദേവിക ഫോട്ടോ മറിച്ചു നോക്കി. പിന്നിൽ ഒരു വാചകം. നമ്മുടെ രണ്ടുപേരുടെയും മക്കൾക്ക് ഒരേ വിധി വരരുത്. ദേവികയുടെ കൈകൾ വിളിച്ചു. ഇത് അച്ഛന്റെ കൈയക്ഷരമാണ്. നിനക്കുറപ്പാണോ? അതെ. അവൾ അർജുനെ നോക്കി. പക്ഷേ രണ്ടുപേരുടെയും മക്കൾ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അർജുൻ മിണ്ടാതെ നിന്നു. അപ്പോൾ സുഭദ്ര അവളുടെ അടുത്തേക്ക് വന്നു. അവൾ ഫോട്ടോ കണ്ടതും ഞെട്ടി. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? അർജുൻ പറഞ്ഞു. മംഗലത്തെ വീട്ടിൽ നിന്ന്. സുഭദ്രയുടെ മുഖത്ത് ഭയം. അവിടെ നിന്ന് നീ എന്തൊക്കെ കണ്ടു? ഒരു ഡയറി. സുഭദ്രയുടെ ശ്വാസം നിലച്ചു. എന്ത് ഡയറി? രാഘവന്റെ ഡയറി. അവൾ പെട്ടെന്ന് കസേരയിലിരുന്നു. ദൈവമേ. ദേവിക അമ്മയുടെ അരികിലിരുന്നു. അമ്മേ, ഇനി ഒന്നും ഒളിപ്പിക്കരുത്. സുഭദ്ര കണ്ണുകൾ അടച്ചു. നിങ്ങൾക്ക് അറിയേണ്ട സമയം എത്തിയിരിക്കുന്നു. ആ രാത്രി 27 വർഷങ്ങൾക്ക് മുമ്പ്. രാമചന്ദ്ര, ഈ കുഞ്ഞിനെ നീ കൊണ്ടുപോകണം. രാഘവന്റെ ശബ്ദം വിറച്ചിരുന്നു. രാമചന്ദ്ര കുഞ്ഞിനെ കയ്യിലെടുത്തു. എവിടേക്ക്? എന്റെ കുടുംബത്തിൽ നിന്ന് അകലെ. എന്തിനാണ്? അവൾ ഇവിടെ വളർന്നാൽ. രാഘവൻ വാക്ക് നിർത്തി. അവളുടെ ജീവൻ അപകടത്തിലാകും. രാമചന്ദ്രൻ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൾ ആരാണെന്ന് ഒരിക്കലും അറിയരുതേ. രാഘവൻ കണ്ണുനീർ തുടച്ചു. അവൾ അറിയേണ്ട സമയം വരും. എപ്പോൾ? അവൾക്ക് സ്വന്തം അവകാശം ചോദിക്കാൻ കഴിയുന്ന പ്രായമായപ്പോൾ. രാമചന്ദ്രൻ ഞെട്ടി. അവകാശമോ? രാഘവൻ ഒരു ചെറിയ തുണിപ്പൊതി തുറന്നു. അതിൽ ഒരു സ്വർണ്ണ താലി. ഇത് സൂക്ഷിക്കണം. രാമചന്ദ്ര താലി കയ്യിൽ കൊടുത്തു. ഇതെന്തിനാണ്? രാഘവൻ പതുക്കെ പറഞ്ഞു. ഒരു ദിവസം ഈ താലി അതിന്റെ യഥാർത്ഥ അവകാശിയുടെ കഴുത്തിലെത്തണം. ഇപ്പോഴത്തെ സമയം. സുഭദ്രയുടെ കഥ കേട്ട ശേഷം ദേവിക ഒന്നും പറയാതെ നിന്നു. അർജുൻ ചോദിച്ചു. ആ കുഞ്ഞ് ആരായിരുന്നു? സുഭദ്രയുടെ കണ്ണുകൾ കണ്ണുനീർ. എനിക്കറിയില്ല. അർജുൻ ഞെട്ടി. നിങ്ങൾക്കറിയില്ലേ?
രാഘവൻ കുഞ്ഞിനെ രാമചന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ രാമചന്ദ്രൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു. ദേവിക പതുക്കെ ചോദിച്ചു, അമ്മേ? "ഉം." ആ കുഞ്ഞ്. അവൾ കുറച്ചു നിമിഷം നിശബ്ദമായി. ഞാനായിരുന്നു. സുഭദ്ര മകളുടെ മുഖത്തേക്ക് നോക്കി. ഒന്നും പറഞ്ഞില്ല. ആ നിശബ്ദത തന്നെ മറുപടിയായി. ദേവികയുടെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു. ഞാനാണോ ആ കുഞ്ഞ്? സുഭദ്ര അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് ഉറപ്പില്ല മോളെ. അമ്മ, നിന്നെ രാമചന്ദ്രൻ കൊണ്ടുവന്നപ്പോൾ നീ 3 വയസ്സായിരുന്നു. ദേവിക ഞെട്ടി. അപ്പോൾ ഞാൻ രാമചന്ദ്രന്റെ സ്വന്തം മകളല്ലേ? സുഭദ്ര കണ്ണുകൾ അടച്ചു. എനിക്കറിയില്ല. അർജുൻ പിന്നോട്ട് മാറി. അവന്റെ മനസ്സിൽ ഒരു ഭയങ്കരമായ സംശയം. ദേവിക ആരാണ്? അവൾ രാമചന്ദ്രന്റെ മകളാണോ? അതോ മംഗലത്ത് കുടുംബത്തിന്റെ രഹസ്യ അവകാശിയാണോ? അന്നേ രാത്രി മംഗലത്ത് തറവാട് രാഘവൻ ഒറ്റയ്ക്ക് പഴയ മുറിയിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ മുന്നിൽ ആ സ്വർണ്ണ താലി. സാവിത്രി വന്നു. ഇനി എത്ര കാലം ഈ സത്യം ഒളിപ്പിക്കും? രാഘവൻ മിണ്ടിയില്ല. അർജുൻ സത്യം അന്വേഷിക്കാൻ തുടങ്ങി. അവൻ അന്വേഷിക്കട്ടെ. ദേവികയും എല്ലാം അറിയാൻ പോവുകയാണ്. രാഘവൻ തല ഉയർത്തി. അവൾക്കറിയാൻ പാടില്ല. എന്തിന്? കാരണം അവൾ അറിയുന്ന നിമിഷം അവൻ താലി മുറുകെ പിടിച്ചു. അവൾ ഈ വീടിന്റെ വാതിക്കലെത്തും. അതിലെന്താണ് തെറ്റ്? രാഘവൻ സാവിത്രിയെ നോക്കി. അവൾ അകത്തു വന്നാൽ അവന്റെ ശബ്ദം വിറച്ചു. ഈ വീട്ടിലെ യഥാർത്ഥ അവകാശം ആരുടേതാണെന്ന് എല്ലാവരും അറിയും. സാവിത്രി ഞെട്ടി. അപ്പോൾ നീ ഇത്രയും വർഷം പേടിച്ചത് അവളെയാണോ? രാഘവൻ മറുപടി പറഞ്ഞില്ല. അർജുൻ, ദേവിക. അർജുൻ പോകാൻ തിരിഞ്ഞു. ദേവിക അവന്റെ കൈ പിടിച്ചു. അർജുൻ, എന്ത് സത്യം വന്നാലും, അവൾ കണ്ണീരോടെ പറഞ്ഞു, നീ എന്നെ വിട്ടു പോകരുത്. അർജുൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു. ഒരു സത്യം നമ്മുടെ പ്രണയം തകർക്കുമെങ്കിൽ അവൻ അവളെ നോക്കി. ആ സത്യത്തേക്കാൾ ശക്തമായ ഒരു പ്രണയം നമ്മൾ ഉണ്ടാക്കും. ദേവിക ചിരിക്കാൻ ശ്രമിച്ചു. അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദേവികയുടെ കണ്ണ് അവന്റെ കയ്യിലെ താലിയിൽ പതിച്ചത്. അർജുൻ, അവൻ തിരിഞ്ഞു. ആ താലി എന്താ? ദേവിക പതുക്കെ അതിനരികിലേക്ക് വന്നു. താലിയിലെ ചെറിയൊരു അടയാളം കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് നിശ്ചലമായി. അവളുടെ വിരലുകൾ വിറച്ചു. ഇത് എന്താ? ഇത് ഞാൻ ബാല്യത്തിൽ കണ്ടിട്ടുണ്ട്. അർജുൻ ഞെട്ടി. എവിടെ? ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ പഴയ പെട്ടിയിൽ. അർജുൻ താലിയിലേക്ക് നോക്കി. ദേവിക വീണ്ടും പറഞ്ഞു, അർജുൻ, ഈ താലി എനിക്ക് പരിചിതമാണ്. അവനൊന്നും പറയാനായില്ല. അപ്പോഴാണ് ദൂരെ ഒരു കാർ വന്ന് നിർത്തിയത്. കാറിൽ നിന്നിറങ്ങിയ സ്ത്രീയെ കണ്ടപ്പോൾ ദേവികയുടെ മുഖം മാറി. അവൾ പതുക്കെ പറഞ്ഞു, അത് മാളവികയല്ലേ? അർജുൻ ഞെട്ടി. മാളവിക? അവൾ അവരുടെ മുന്നിലേക്ക് നടന്നു വന്നു. കണ്ണുകൾ ദേഷ്യം. കയ്യിൽ ഒരു പഴയ കവർ. അവൾ കവർ അർജുന്റെ കയ്യിൽ കൊടുത്തു. ഇത് തുറക്കൂ. അർജുൻ കവർ തുറന്നു. അതിനുള്ളിൽ രാമചന്ദ്രന്റെ മരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്. അതിന്റെ താഴെ ചുവന്ന മഷിയിൽ ഒരു വരി, മരണം അപകടമല്ല. അർജുൻ മാളവികയെ നോക്കി. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? മാളവിക ദേവികയെ നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാം. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ആരാണ്? മാളവിക മറുപടി പറഞ്ഞു, നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ. തുടരും.